ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കടത്ത് ഇന്ന് ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാക്കളൊക്കെ ഉന്നയിക്കുന്നത് അങ്ങയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ വളരെ കുറ്റകരമായി ഇടപെടുന്നു, അങ്ങയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പേരും പരാമർശിക്കുന്നു. മറ്റൊന്ന് ഈ SITയിലെ 2 ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും പോലീസ് ആസ്ഥാനത്തെ 2 ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അനധികൃതമായി ഇടപെടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിരുന്ന ആക്ഷേപങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ആക്ഷേപം ഉന്നയിക്കുക എന്നത് ഒരു സ്വഭാവമാക്കിയിട്ടുള്ളവരുടെ അത്തരം പ്രതികരണങ്ങളെക്കുറിച്ച് മറുപടി പറയുന്നത് കൊണ്ട് മാത്രം അത് അവസാനിക്കില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ കാണേണ്ടതും നേരത്തെ മുതൽ എല്ലാവർക്കും ഈ കാര്യത്തിൽ വ്യക്തതയുള്ളതുമായ കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഈ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തോടെയാണ്. ഹൈക്കോടതി ഫലപ്രദമായി അതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ആ കാര്യത്തിൽ അന്വേഷക സംഘം ഈ SIT നല്ല നിലയിൽ അവരുടെ ചുമതല നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഇതേവരെ വന്നിട്ടുള്ള കാര്യം. പ്രത്യേകമായ പരാതികളൊന്നും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടേയില്ല. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. കാരണം അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ്. ആ നിലക്ക് നടക്കട്ടെ. ഇത് ഞങ്ങൾ തന്നെ വെച്ച നിർദ്ദേശവുമായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണമാകട്ടെ എന്നുമുള്ളത് ഞങ്ങൾ തന്നെ വെച്ച നിർദ്ദേശവും പൂർണ്ണ യോജിപ്പ് അതിനോട് പ്രകടിപ്പിച്ചതുമാണ്. അതിൻ്റെ ഭാഗമായി ഒരിടപെടലും നടത്താൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. അപ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോൾ അതിന് മറ്റ് മറുപടി കൃത്യമായി മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു ആരോപണം, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആവട്ടെ എന്ന നിലയെടുത്താൽ അതുകൊണ്ട് തങ്ങൾ രക്ഷപ്പെടുമെന്നാണ് കരുതുന്നത്. ഇവിടെ അടൂർ പ്രകാശിൻ്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏത് ഘട്ടത്തിലാണ്? അടൂർ പ്രകാശ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് പേരുകൾ വരുന്ന സന്ദർഭം ഒരു ചിത്രം വന്നപ്പോഴാണ്. ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിലാണെന്ന് തോന്നുന്നു അതിനെപ്പറ്റി പറഞ്ഞത്. അത് സോണിയാഗാന്ധിയും മറ്റ് 2 പേരും പത്തനംതിട്ടയിൽ നിന്നുള്ള 2 പേര്, ഈ അടൂർ പ്രകാശും പിന്നെ അവിടുത്തെ പത്തനംതിട്ട MP ഇവരെല്ലാം കൂടിയുള്ള ഒരു ചിത്രമാണ് വന്നത്. ഈ സോണിയാഗാന്ധിയുടെ കൂടെ നിന്നവരാരാണ്? സോണിയാഗാന്ധിയുടെ കൂടെ നിന്നത് ഒന്ന് ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വന്നിട്ടുള്ള പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ, ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ്. കേട്ടില്ലേ? അപ്പോൾ പോറ്റി ഒറ്റക്ക് അവിടെ ചെല്ലുകയല്ല. പോറ്റി ഒരു ഭാഗത്ത്, പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഇപ്പോൾ അന്വേഷക സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ. ഇതെങ്ങനെയാണ് ഈ 2 പേരും കൂടി ഒന്നിച്ച് ഒരേ സമയം സോണിയാഗാന്ധിയെ പോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, അത്ര മാത്രം സുരക്ഷിതത്വമുള്ള ഒരു നേതാവിൻ്റെ അടുത്തെത്തുന്നത്? അതിലെനിക്ക് പങ്കില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട് നേരത്തെ. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആരോപണം ഉന്നയിച്ച വ്യക്തി ഞാനതിൽ പങ്കുള്ളയാളല്ല എന്ന് പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പോയതാണ് എന്ന്. അങ്ങനെ വിളിച്ചാൽ പോകേണ്ട ആളാണോ അദ്ദേഹം? പോറ്റി വിളിച്ചാൽ പോകേണ്ട ആളാണോ അദ്ദേഹം? എങ്ങനെയാണ് ഇവരെല്ലാം കൂടി ഒന്നിച്ചെത്തിപ്പെട്ടത്? ഇതിനല്ലേ മറുപടി പറയേണ്ടത്? യഥാർത്ഥ പ്രശ്നം അതല്ലേ? എങ്ങനെയാണ് ഈ മഹാ തട്ടിപ്പുകാർക്ക് സോണിയാഗാന്ധിയെപ്പോലുള്ള അതിപ്രാധാന്യമുള്ള സുരക്ഷിതത്വം ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത്? അതിൽ ഇവരുടെ പങ്കെന്താണ്? അല്ലെങ്കിൽ ആരാണ് പങ്കുവഹിച്ചിട്ടുള്ളത്? അതിന് ഉത്തരവാദി? അതല്ലേ ആദ്യം വ്യക്തമാക്കേണ്ടത്. അതിന് മറുപടി പറയാൻ കഴിയാത്തപ്പോൾ പണ്ട്
കുട്ടികൾ പറയാറില്ലേ ഈ ഒന്നും പറയാനില്ല കൊഞ്ഞനം കുത്തുക, ആ ഒരു പരിപാടി സ്വീകരിക്കലാണോ വേണ്ടത്? എന്നാൽ പിന്നെ ഇരിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ചാർത്തി തന്നതുകൊണ്ട് ഞങ്ങൾക്കതിൻ്റെ ഉത്തരവാദിത്വം വരുമോ? അപ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾക്കതിൽ ഈ അന്വേഷണം കൃത്യമായി നടക്കട്ടെ എന്ന നിലപാടേ ഉള്ളൂ. ഒരു ഘട്ടത്തിലും ഞങ്ങളതിനെ ഒരു തരത്തിലും തടസ്സപ്പെടുത്താൻ നിന്നിട്ടില്ല. കഴിഞ്ഞിട്ട് ആർക്കും പറയാനുണ്ടെങ്കിൽ ഒന്നുകൂടി ചോദിച്ചോ. കടകംപള്ളി സുരേന്ദ്രനെ ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് ഈ അന്വേഷണം പോവുകയാണോ, അല്ലെങ്കിൽ പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ പലർക്കും ഉണ്ടാകും. അത് ആഗ്രഹങ്ങൾ പലതരത്തിൽ പ്രകടിപ്പിച്ചൊന്നും വരും. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, SITക്ക് അവരുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങളിൽ വ്യക്തത നേടാനുണ്ടാകും. ആ വ്യക്തത നേടേണ്ടതിൻ്റെ ഭാഗമായി ആവശ്യമായ ഇടപെടലുകൾ അവർ നടത്തും. അത് സ്വാഭാവികമാണ്. അതിൻ്റെ ഭാഗമായി ആരെയാണോ അവർക്ക് ബന്ധപ്പെടേണ്ടത്, ചോദ്യം ചെയ്യേണ്ടത്, അത് അവർ തീരുമാനിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ഇന്നയാളെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നത് സാധാരണഗതിയിൽ ആരോടും അവർ നേരത്തെ പറയാറില്ല. അത് പ്രതിപക്ഷ നേതാവാണ് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചതായിട്ട് കണ്ടത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ നേരത്തെ അവരറിയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, ഏതെങ്കിലും ഒരാളെ ചോദ്യം ചെയ്യുന്ന കാര്യം. അതവരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. സർക്കാരിനോട് ഒരു ഘട്ടത്തിലും അവർ അത്തരം അനുമതികൾ ചോദിക്കുന്നില്ല. കാരണം അവർ സ്വതന്ത്രമായി ചെയ്യേണ്ട കാര്യമാണ്, അത് അവർ സ്വതന്ത്രമായി ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അവർ ചെയ്ത കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ല എന്നതിൽ പരിഭവപ്പെടുന്നത് എന്തിനാണ്? അവരവരുടേതായ ഡ്യൂട്ടി നിർവഹിച്ചു പോകട്ടെ. അതിനകത്ത് അവർക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നടപടികളും സ്വീകരിച്ചു പോകട്ടെ. എന്തിനാണ് മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത്? അതാണ് ഞങ്ങൾക്കതിലുള്ള നിലപാട്.